ഫഅല നീ അറിയണം മനുഷ്യ. നീ എന്ന് പറയുമ്പോ ഈ ഖിതാബ് ആർക്കും ബാധകമാണ്. എന്താ അറിയേണ്ടത്? അന്ന ബഅദന്നാസി അല്ലദീന, ചില ജനങ്ങൾ എങ്ങനത്തെവരെന്നറിയാം. അറാ തസ്മിയത്തുഹും, ഞാൻ അഭിപ്രായപ്പെടുന്നു അവിടെ പേര് പറയല്. ഈ ഹാദൽ കിതാബി, ഈ കിതാബിൽ, ഈ ഗ്രന്ഥത്തിൽ. എങ്ങനത്തെ കിതാബ്? അൽ മൗളൂഇ ലി ബയാനി മദിഹി ശൈഖിൽ ആലം റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഷെയ്ഖ് ഔസുൽ ആലം തങ്ങളെ പുകഴ്ത്തുവാൻ വേണ്ടിയിട്ട്, പുകഴ്ത്തി പറയുവാൻ വേണ്ടി, ബയാൻ ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട കിതാബാണ് ഈ കിതാബ്. ഈ കിതാബിൽ ഇവിടെ വസ്വാസ് ഉണ്ടാക്കിയ ചില ആൾക്കാരുണ്ട്. അവിടെ പേര് പറയുക എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്റെ അഭിപ്രായം, ആ പേര് പറയല് സൂ അദബിൻ, അത് ഈ കിതാബിൽ ഓരോ പേര് കൊണ്ട് തിരികെ കയറ്റല് ഒരു സൂ അദബാണ്, മോശമായ മര്യാദയാണ്, ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. പല വാദം പറയാം. ഇതാമോ ഈ ബഅദുന്നാസ് വാദിക്കുന്നു അന്നൽ ഇസ്തിഗാസത ബിൽ അംവാതി ശിർകുൻ, മരിച്ചുപോയ ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുക, സഹായം തേടുക എന്നുള്ളത് ശിർക്കാണ്. ഇതാണ് ഇവരുടെ വാദം. അപ്പൊ ഈ വാദം നോക്കുമ്പോ ഹയാത്തുള്ളവരോട് കുഴപ്പമുണ്ടാവില്ല എന്ന പല വാദമുണ്ട്. നോക്കാം. മഹദൂലിദാലിക, മരിച്ചവരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന ആശയത്തിന് അവർ തൊട്ടിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുഖദ്ദിമാത്തിൻ, കുറെ മുഖവുരകൾ, കുറെ മുഖവുരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂറിയും കുബറിയും ഒക്കെ പാടെ കൂട്ടിയിട്ട് തെസിവാക്കിയിട്ട് ഒരുപാട് കാര്യം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുറെ മുഖദ്ദിമകൾ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മിൻഹ, അത്തരം മുഖദ്ദിമകളിൽ പെട്ട ഒന്നാണ് എന്ത്? അന്നൽ മയ്യിത ലാ യസ്മഉ വലാ യബ്സറു അലി യുബ്സിറു വലാ യഅലമു ശൈഅൻ ബിഖിലാഫിൽ അഹ്യാഇ. എങ്ങനെയുണ്ട്? ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ മരിച്ചവർ കേൾക്കില്ല, കാണൂല്ല, ഒന്നും അറിയൂല്ല. അപ്പൊ മരിച്ച എല്ലാം കഴിയുന്ന ഇവരുടെ വാദം. മരിച്ചവർക്ക് കേൾവില്ല, കാണൂല്ല, അറിയില്ല. ഇതെന്തൊരു വിഡ്ഢിത്താണ്. അത് വിഡ്ഢിത്തം നമുക്ക് പൊളിച്ചു ചെയ്താലോ. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിര്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കേൾവിന്റെ ഉറപ്പാണ്. എന്താ കേൾക്കാത്തവർ അവിടെ ഉണ്ട് കേട്ടോ. പൊട്ടന്മാരില്ലേ, കണ്ണു കാണാത്തവരില്ലേ, മിണ്ടാൻ കഴിയാത്തവരൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ തന്നെ. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, അറിയുന്നുണ്ട്. ഇത് മൂന്നാർക്കില്ല, മരിച്ചവർക്കില്ല. ആ മരിച്ച ആൾക്കാരോട് സഹായം തേടൽ ശിർക്കാണ് ന്യായം. പലകും ദാലിക, അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോടാണെങ്കിൽ സഹായം കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഒന്ന് മരിച്ച ആൾക്ക് കേൾവിയില്ല, ഒന്നുമില്ല, അപ്പൊ സഹായം ശിർക്ക്. അതപ്പോ ഒരു മുഖദ്ദിമ. മിൻഹ ഒമിൻകാഞ്ഞ് മറ്റൊരു മുഖദ്ദിമയിൽപ്പെട്ടതാണ് അന്നൽ ഇസ്തിഗാസത ബിഹി, മരിച്ച ആളുകളോട് സഹായം തേടുക എന്നുള്ളത് ദുആഉൻ, പ്രാർത്ഥനയാണ്. ലഹും, അവരോടുള്ള പ്രാർത്ഥനയാണ്. വദ്ദുആഉ, പ്രാർത്ഥനയാണെങ്കിലോ ഇബാദത്തുൻ, അത് ആരാധനയാണ്. വഹിയ, ആരാധനയോ ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്കാണ് ആരാധന. ആരാധന ശിർക്കല്ലേ. ആ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ കുഴപ്പമില്ലാന്ന് പല വാദം. ഇനി പോലെ മാറ്റിയതിപ്പോ എവിടെയാ? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ, അതാണ് അവ ചർച്ച. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ മരിച്ചിക്കണ്. മുമ്പർക്കിപ്പോ ഒന്നും അറിയില്ല, കേൾക്കൂല്ല, കാണുമില്ല. അപ്പൊ യാ ശൈഖ് മുഹ്യിദ്ദീൻ മരിച്ചാളെ വിളിക്കുകയാണ്. മരിച്ചാളെ വിളിക്കാന്നുള്ളത് അയാളുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവർക്കും ഇവിടെ ഇബാദത്ത് നടത്തുന്നുണ്ട്. അവ മരിച്ചു കിടക്കുന്ന ശൈഖ് മുഹ്യിദ്ദീൻ ഞങ്ങൾ വിളിക്കൽ ശിർക്കാണ്. എങ്ങനെയുണ്ട് പൊടിപൂരം? നല്ലൊരു മുഖദ്ദിമൊക്കെ ഉണ്ടാക്കിയിട്ട് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഒരു വർത്താനം കേട്ട എത്ര അടങ്ങാനുണ്ട്. പതി നമുക്ക് ആകെ തുക പോലെ വാദം. നമ്മൾ പറയുന്നു കുല്ലുക ബാത്തിലത്തുൻ, ഈ ബഅദുന്നാസ് പറഞ്ഞ കാര്യം മുഴുവൻ മണ്ടത്തര. ഒരർത്ഥം അതിലില്ല. ബാത്തിലാണ്, ഫൗളായി പോയത്, ഔട്ടാണ്. ഒരു കാര്യം അതിലില്ല. എന്തുകൊണ്ട്? ഇതിൽ അംവാത്തി ശുഊറും ബിഇദ്നില്ലാഹി തആല, അവിടെ പൊളിഞ്ഞു. കാരണം മരിച്ചവർക്ക് കേൾവിയില്ല, കാഴ്ചയില്ല, അറിയില്ല എന്നല്ല. ആ വാദന പൊളിവല്ലേ. അപ്പോൾ ആ കൊണ്ടുവന്ന മുഖദ്ദിമ തന്നെ പൊളിച്ചു കഴിഞ്ഞു. അപ്പൊ മരിച്ചവർക്ക് ഒരുപാട് അറിവുകളുണ്ട്. അള്ളാന്റെ അനുമതി പ്രകാരം അറിയാൻ കഴിയും. ഏതുപോലെയൊക്കെ ലഹിയായി ജീവിച്ചിരിക്കുന്നവരെ പോലെ. ജീവിച്ചിരിക്കുന്നവർക്കും അള്ളാഹു തആലയുടെ ഭാഗത്ത് നിന്ന് ഷൂർ വേണ്ടേ? വലൈസ ലഹിയായി ഷൂറും ബിഗൈരി ഇദ്നി തആല,
അല്ലാഹു തആലയുടെ ഇറാദത്തോ അനുമതിയോ ഇല്ലാതെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പോലും എന്തുണ്ടാവില്ല, അറിവില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ അള്ളാഹ് ചെയ്തു കൊടുക്കുന്നു അതുപോലെ മരിച്ചവർക്കും ഉണ്ട്. അതാണ് സമ്മതിക്കും. മാത്രമല്ല അന്നലിൽ അംബിയാഇ വൽ ഔലിയാഇ, നമ്മളിവിടെ വിളിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരായ സാലിഹീങ്ങളായ പ്രവാചകന്മാരെ ഔലിയാക്കളെയാണ്. ഇവര് മരിച്ചാലും ഇവർക്കുണ്ട് തസറുഫൻ വ ഇഗാസത്തൻ ബി ഹയാത്തി വ ബഅദ മമാതിഹിം ബിഇദ്നിഹി തആല. പടച്ച റബ്ബിന്റെ ഇറാദത്ത് കൊണ്ടും കുദറത്ത് കൊണ്ടും അനുമതി കൊണ്ടും ഈ അംബിയാ ഔലിയാക്കൾ മരിച്ചതിന് ശേഷവും ജീവിതകാലത്തും സഹായം തേടുമ്പോൾ സഹായിക്കുവാനും കൈകാര്യം ചെയ്ത അധികാരം അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മരിച്ചവർക്ക് ഒരു അധികാരം ഇല്ലാതെ എന്ത് വാദ? അന്നൽ ഇസ്തിഗാസത മുബാഹത്തുൻ വഖൽ തുൻദബു, സഹായം തേടുക എന്നത് അനുവദനീയമാണ്. ഒരാൾ സഹായം തേടിയില്ലായതുകൊണ്ട് കാഫറാതൊന്നുമില്ല, ഇസ്ലാമിന് പുറത്തൊന്നും പോകില്ല. പക്ഷെ സഹായം തേടി ശിർക്കാന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥമാകും, അത് അപകടമാണ്. ഒക്കെ തുന്തപോ ചിലപ്പോൾ സഹായം തേടൽ സുന്നത്തും കൂടിയാണ്, അപ്പൊ കർമ്മമായിട്ട് വരും. ചർച്ച ചെയ്യാം. അമ്മ അന്നരിൽ അംവാത്തി ഷൂറൻ. അപ്പൊ ആദ്യമായി പറയാം, മരിച്ചവർക്ക് കേൾവില്ല, മരിച്ചവർക്ക് ഉണ്ട് ഷൂറൻ, അറിവുകളുണ്ട്. അവർ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്താ തെളിവ്? മുത്തിന് പിന്നെ പറയട്ടെ. പല ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ശരിക്കും മനസ്സിലാക്കി തിരിയും, സാധാ കേൾക്കുന്ന ഒന്നാണ്. ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫി ഖബരിഹി, ഒരടിമ, ആ അടിമയെ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടെ വേറൊന്നും മനസ്സിലാക്കാം. തൽക്കീൻ ചിലർ അത് ശിർക്ക് പറയണേ. മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പേര് എന്തിനാ നിസ്കരിക്കണേ? അയാൾക്ക് ഉപകാരമില്ലല്ലോ, എന്തിനാ കുളിപ്പിക്കണത്? അങ്ങനെയൊക്കെ ചോദിച്ചോട്ടെ വിദ്യാർത്ഥികളോട്. മാത്രമല്ല ഖബറടക്കിയിട്ട് എന്തിനാ തെസ്ബീത്ത് അവിടെ? എന്താ ഈ തെസ്ബീത്തുള്ള അയാൾക്ക് ഉപകാരമുള്ളത്? മരിച്ചാൽ എല്ലാം തീർന്നെങ്കിൽ പിന്നെ ഒരു ഉപകാരം അവിടെ അല്ലല്ലോ. ഇങ്ങനെ അന്തല്ലാത്ത വർത്താനം പറയാ. നോക്ക എന്താ നബിതങ്ങൾ പറഞ്ഞത്? ഒരു അടിമയെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ടോ തവല്ല അൻഹു അസ്ഹാബഹു, അവന്റെ കൂടെ പോയ കൂട്ടുകാരും ബന്ധക്കാരും കുടുംബക്കാരെല്ലാരും ഖബറടക്കി പോന്നു. ഇന്ന യസ്മു ഖർഅൻ ആലിഹിം, ഇന്നഹു തന്നെ ആരാ? ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ. യസ്മു ഖർഅൻ ആലിഹിം, ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഖബറിന്റെ അരികുണ്ട്, ഒരു പോരെയാണ്, ഒരു കാലിന്മ പാദരക്ഷയുണ്ട്. ആ പാദരക്ഷയുടെ ശബ്ദം ഖബറിൽ കിടക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പൊ കേൾവിണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല അതാഹും മലക്കാനി, ഇനി 2 മലക്കുകൾ അവിടെ വരുന്നുണ്ട് ഖബറില് മയ്യത്തിന്റെ അടുത്ത്. എന്തിനാണ് വരുന്നത്? കാരണം മയ്യത്ത് കേൾക്കൂല്ല, അറിയില്ല, കാണൂല്ല, പിന്നെന്തിനാ മലക്ക് വരുന്നത്? ഇത്രമാത്രം പൊള്ളയായ വാദം, മുത്തറസൂലിന്റെ വാക്കിനെ കളവാക്കുന്ന വാദല്ലേ ഇത്? എന്താ പറഞ്ഞത്? 2 മലക്കൾ വരുന്നുണ്ട്. എന്നിട്ടോ ദാനിഹി, ആ 2 മലക്കുകൾ മയ്യത്തിനെ ഖബറിൽ കിടത്തുന്നുണ്ട്, ഇരുത്തുന്നുണ്ട് എന്നാ. എന്നിട്ടോ യഖൂലാനി, ആ 2 മലക്കുകൾ ഇങ്ങനെ ചോദിക്കും, മാ കുന്ത തഖൂലു ഫി ഹാദർ റജുലി ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ കുറിച്ചാണ് ഈ റജുൽ ആരാന്ന് ചോദിക്കുന്നത്. എന്താ അയാളെ പറ്റി നീ പറയുക എന്ന് ഖബറാളിയോട് ചോദിക്കാറുണ്ട് മലക്കാണ്. അപ്പൊ ഖബറാളി 2 വിധത്തിലാണ്, മുഅ്മിൻ കാഫിർ. അപ്പൊ അമ്മൽ മുഅ്മിനു, അപ്പോൾ മുഅ്മിനായിരിക്കുന്ന മയ്യത്ത് ഫയഖൂലു, അവൻ പറയും, അസ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു, ഈ കാണുന്ന ആൾ അള്ളാന്റെ അടിമയാണ്, ദൂതനുമാണ്, അത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ യുഖാലുഹു, ഈ മയ്യത്തിനോട്, ആ ഖബറാളിയോട് പറയപ്പെടും, ഉൻളുർ ഇലാ മഖ്അദിക മിനന്നാർ, അതാ നരകം കണ്ടില്ലേ, ആ നരകത്ത് നിന്റെ ഇരിപ്പിടമുണ്ട്, അതിലേക്ക് നീ നോക്കാം. അത് അബ്ദലക്കല്ലാഹു ബിഹി, അതായിരുന്നു നിന്റെ ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിന് പകരം അള്ളാഹു നിനക്ക് തന്നു. മഖ്അദ ജന്നത്തി, സ്വർഗത്തിൽ നിന്നുള്ള ഇരിപ്പിടം നിനക്ക് തന്നിരിക്കുന്നു. ആ സ്വർഗത്തിന്റെ ഇരിപ്പിടം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഫയറാഹുമാ ജമീഅൻ, അപ്പോ ആ നരകത്തെയും അല്ലെങ്കിൽ 2 മലക്കിനെയും ഒരുമിച്ച് ആര് കാണുന്നുണ്ട്? ഈ മനുഷ്യൻ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ അറിവ് കാണുന്നുണ്ട്, ഇപ്പോ അറിവുണ്ട്, കേൾവിയുണ്ട്. മനസ്സിലായല്ലോ. അമ്മൽ മുനാഫിഖു വൽ കാഫിർ, അപ്പൊ കപടനും അവിശ്വാസിയും
യുഖാലു അവനോട് ചോദിക്കപ്പെടുകയാണ് മാ കുന്ത തഖൂലു ഫി ഹാദർ റജുലി, നബിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്, ഇയാളെ കുറിച്ച് എന്താ താൻ പറയുന്നത് ചോദിക്കും. ഫയഖൂലു അപ്പോൾ മുനാഫിഖു കാഫിറുമായ മയ്യത്ത് പറയാണ്, എന്ത് ലാ ദറൈതു വലാ തലൈതു, എനിക്കറിയില്ല, ഞാൻ ഓതിയിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് പറയും. ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് ഓതിയിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് പറയും. ഇത് പറയേണ്ട താമസം വയുറബു, ഈ മയ്യത്തിനെ അടിക്കപ്പെടും, ബിമതാരിഖ മിൻ ഹദീദിൻ, ഇരുമ്പിനാലുള്ള ചുറ്റിക കൊണ്ട്, ളർബതൻ ഒറ്റയടിയ, ഫയസീഹു സ്വൈഹതൻ ഒരൊറ്റ അട്ടഹാസമാണ് ആ അടി കിട്ടുമ്പോൾ ആ മയ്യത്ത് അട്ടഹസിക്കുക. യസ്മഉഹ ഈ അട്ടഹാസത്തെ കേൾക്കും, മയ്യലിഹി മയ്യത്തിന്റെ അടുത്ത് ആരൊക്കെ ഉണ്ടോ ഒക്കെ കേൾക്കും. അതിന് ആരൊഴിവാണ്, വൈറസക്കലൈനി ജിന്നും ഇൻസും ഒഴികെ. ഈ രണ്ട് വർഗത്തിന് അത് കേൾക്കാൻ കഴിയൂല, അത് കേട്ട അപകടമാണ്, അതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തത്. റവാഹു ഷെയ്ഖാനി, ഈ ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് മുത്തനബി പറഞ്ഞ വാക്കല്ലേ, ഈ മുത്തനബിക്ക് ഇത് അറിയില്ലേ ഖബറിൽ ആളിത് കേൾക്കൂലെന്ന്. ഈ ഹദീസിൽ എന്താ വ്യക്തമായി പറഞ്ഞത്, അവിടെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അടി നടക്കുന്നുണ്ട്, ചോദ്യം നടക്കുന്നുണ്ട്, പിന്നെ ഉത്തരം പറയുന്നുണ്ട്, മയ്യത്ത് മുൻഗണനയ്ക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അനുഭവമല്ലേ, ഇത് നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ. അപ്പൊ മരിച്ചവർക്ക് ഇതൊന്നുമില്ല എന്ന് പറയുമ്പോ പച്ച കള്ളല്ലേ, ഹബീബ നബിയെ കളവാക്കിയ തെറ്റല്ലേ. എവിടെ പോവും വിദ്യാർത്ഥിന്റെ വാദം, നഅൂദുബില്ലാ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനൊന്ന് വായിച്ചു നോക്ക്. ഒരു ഖൗലിഹി തആല, അള്ളാന്റെ വാക്കുള്ളത് കൊണ്ട്. എന്താ അള്ളാന്റെ വാക്ക്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽബിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ യസ്തബ്ശിറൂന ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ൽ വഅന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഅ്മിനീൻ. ആലി ഇംറാൻ സൂറത്ത് മറിച്ചു നോക്ക്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹ് വ്യക്തമായി പറയാം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി യോദ്ധാവായി പടവെട്ടി മരിച്ചുപോയ ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ പറ്റി മനുഷ്യ നീ വിചാരിക്കണ്ട, അംവാത്തൻ ഓര് മരിച്ചുപോയി കഴിഞ്ഞുന്നാ, അവരുടെ ജീവിതം അവിടെ തീർന്നു, ഇനിയൊന്നുമില്ല, കേൾക്കൂല്ല, കാണൂല്ല, അറിയില്ല എന്നൊന്നും നീ വിചാരിക്കണ്ട. ബല്ലഹിയ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ റബ്ബിന്റെ അടുത്ത് ജീവിക്കുന്നവരാണ്. എങ്ങനെ, യുർസഖൂന അവർക്ക് ഭക്ഷണമൊക്കെ നൽകുന്നുണ്ട് അവിടെ. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാന്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹ് അവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് കൊണ്ട് സന്തോഷമുള്ളവരായിട്ട് അവിടെ കഴിയണവര്. മരിച്ചിട്ട് പിന്നെ ഒന്നുമില്ലാതെ എന്തർത്ഥം, അത് ഖുർആന്റെ കളവാക്കലല്ലേ. മാത്രം ഇവര് പോയപ്പോ അവിടെ ജീവിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവരുടെ പിറകിൽ അവരുമായി ചേരാത്ത ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ കണ്ടുകൊണ്ട് ഇവർ സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയും. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് മുഷിപ്പില്ല, ആശങ്കയില്ല, ദുഃഖവുമില്ല, ഒന്നുമില്ല. അത് അള്ളാന്റെ ഔലിയാക്കളാണ്. ആ ഔലിയായിൽപ്പെട്ടതാണ് ഈ ഖുതുബ് സമാൻ. അപ്പൊ മഹാനി സ്ഥാനുണ്ട്, നീ വിളിച്ചൂടെ, അംഗീകരിച്ചൂടെ. യസ്തബ്ശിറൂന ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ, അല്ലാഹു തആലാന്റെ ഭാഗത്ത് നിന്ന് ഔദാര്യം, അനുഗ്രഹം എന്നതുകൊണ്ട് സന്തോഷിക്കുന്നവരായി കഴിയവിടെ. വഅന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയായ ആളുകൾക്കൊന്നും അവർക്ക് കൊടുക്കേണ്ട ഒരു കൂലിയും അള്ളാഹ് പാഴാക്കി കളയൂല. അവർക്ക് കിട്ടിയ സ്ഥാന. എന്താ ഇതിന് പറയാൻ വിദ്യാർത്ഥികാരെ, ഈ പറഞ്ഞ ആത്തോട് ബന്ധം കിട്ടിയത് ഇവിടുന്ന് പോയി അതുമെല്ലാം കഴിഞ്ഞെന്നാണോ? ഒരു കേൾക്കുന്നുണ്ട്, സുഖമായി അവിടെ ജീവിക്കുന്നുണ്ട്, ഭയമില്ല, ഹദീസുമായിട്ടും വ്യക്തമല്ലേ, ധാരാളത് പോരെ, ഇനി വേണോ, ഇനി വേണേ കിതാബ് പരിധിക്കോളിയും. അപ്പൊ എന്താ പറഞ്ഞത്, കേൾക്കുന്നുണ്ട്, അള്ളാഹ് ഇഷ്ടക്കാരാണ്, അവർക്ക് അധികാരവും ഉണ്ട്.
അപ്പൊ വിളിക്കാൻ സമ്മതിച്ചളി. നിങ്ങൾ വിളിക്കണ്ട, നിങ്ങൾ ശിർക്കാക്കാൻ മതി, മുശ്രിക്കുമാക്കണ്ട. ഇനിയിപ്പോ ആക്കിയാലും പേടിക്കാനൊന്നുമില്ല. ഞങ്ങളെ മുശ്രിക്കായി കൊണ്ട് നിങ്ങൾ ആക്കുകയാണെങ്കിൽ ഖവാരിജിന്റെ പണിയാണ്. അങ്ങനെ മുശ്രിക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ മുശ്രിക്കായിരിക്കും, ശ്രദ്ധിച്ചോളണം. പിന്നെ പിന്നൊന്ന് പറയാനുള്ളത്, ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സ്വയം ഒന്നുമില്ല. അവിടെയും അല്ലാഹു തആലാന്റെ അനുമതിയില്ലാതെ ഇറാദത്തില്ലാതെ ജീവിച്ചിരിക്കുന്നവർക്കും ഒരറിവുമില്ല. ഞാൻ വെറുതെ പറയല്ല, അതും ഖുർആനിലുണ്ടല്ലോ. പല ഖൗലിഹി തആല അല്ല പറഞ്ഞത് കൊണ്ട് തന്നെ പറയണത്, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. നബി അങ്ങ് പറയണം, നബിയോടാ പറയാൻ പറഞ്ഞത്, എന്റെ സ്വന്തം നഫ്സിന് ഉപകാരം ചെയ്യാനോ എന്റെ സ്വന്തം ശരീരത്തിൽ ദ്രോഹം ചെയ്യാനോ എനിക്കധികമില്ല, എനിക്ക് കഴിവില്ല, എനിക്കൊരു കഴിവുമില്ല എന്നർത്ഥം. ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ള ഉദ്ദേശിച്ചതല്ലാതെ. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് അള്ള ഉദ്ദേശിക്കുമ്പോൾ നടക്കുള്ളൂ. ആ മശിയത്തിൽപ്പെട്ടതാണ് ഈ അമ്പിയാക്കളും ഔലിയാക്കളും ജീവിതകാലത്തും മരിച്ചാലും അവരെ വിളിച്ചാൽ അവർ സഹായിക്കുമെന്ന് അള്ള കൊടുത്തതാണ്. എന്താ തെറ്റ്? ഇനി ആയത്ത് കാണാം. അപ്പൊ ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹു തആലാന്റെ ഇറാദത്ത് ഇല്ലാതെ ഒരു ശരീരത്തിനും വിശ്വസിക്കാൻ കഴിയുമല്ല. നമ്മൾ മുഅ്മിനായത് എന്തുകൊണ്ടാ? അള്ളാന്റെ മശിയത്തുണ്ടായതുകൊണ്ടല്ലേ, അള്ളാന്റെ എതിരുണ്ടായതുകൊണ്ടല്ലേ. അതേ അള്ള തന്നെയാണ് ഇനി മരിച്ചാലും കേൾപ്പിക്കുന്നത്. അപ്പൊ ജീവിച്ചിരുന്നാലും മരിച്ചാലും അറിവുണ്ടോ, കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അതൊക്കെ അള്ളാന്റെ ഇറാദത്താണ്. ഇവിടെ മരിച്ച എല്ലാം കഴിഞ്ഞ് വിശ്വസിക്കുന്നത് ശരിയല്ല. അപ്പോ ആകെ തുക നമുക്ക് എന്ത് മനസ്സിലാക്കാനായി? وأما أن للأنبياء والأولياء إعاصة وتصرفا في حياتهم وبعد مماتهم. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അവർ ഉന്നതന്മാരാണല്ലോ, അവരുടെ ജീവിതകാലത്തിലും മരണശേഷവും അവർക്ക് സഹായിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടുള്ളതുണ്ട്. ഖൗലിഹി തആല തെളിവറ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇൻ തലാഹറ അലൈഹി فإن الله ومولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير എന്നല്ലേ. അവർക്ക് നബിക്കെതില്ലെങ്കിൽ ആരും തിരിഞ്ഞു പോയാൽ ഒരു വേളി മേടിക്കണ്ട. നബിനെ സഹായിക്കുന്നവർ ആരാണ്? അള്ളയാണ്. ജിബ്രീലുണ്ട് കൂടെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സാലിഹീങ്ങളുണ്ട് അവിടെ. അതുപോലെ അതിന്റെ ശേഷം മലായിക്കത്തും ഉണ്ട്, ഓരൊക്കെ സഹായിക്കുന്നവരാണ്. അപ്പൊ അള്ള സഹായിക്കുന്നു, ജിബ്രീൽ എന്ന പ്രമുഖ മലക്കാണ്, മൂപ്പര് സഹായിക്കുന്നു, സാലിഹീങ്ങളായ മുഅ്മിനീൻ സഹായിക്കുന്നു, മലായിക്കത്തൊക്കെ അതൊക്കെ സഹായിക്കാൻ അള്ള കൊടുത്ത അധികാരങ്ങളാണ്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കാറൽ ബഗവിയു റാസിയും ഇമാം ബാബി തങ്ങൾ റാസിയും പറയുന്നു, ഖൗലുഹു അള്ളാന്റെ വാക്ക് മൗലാവ് എന്ന വാക്കിന്റെ അർത്ഥം ഐ വലിയുഹു വ നാസിറു, ഈ സത്യവിശ്വാസി അള്ള ഏറ്റെടുത്തു, സഹായിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി മറ്റൊരു തഫ്സീറാണ് ഫിൽ ഖാസിൻ. ഖാസിൻ മർശോക്കാം, ഖാസിനിൽ കാണാം റവബിനു മസ്ഊദിൻ ഉബയ്യിബ്നു കഅബ്, ഈ രണ്ട് മഹാന്മാർ വ്യാഖ്യാനിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു, സാലിഹുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സാലിഹ് എന്ന് പറഞ്ഞാൽ ആരാ? അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ, ഇവരാണ്. അപ്പൊ ഇവർക്കൊക്കെ ഇതിൽ അധികാരം അന്ന് കൊടുത്തിട്ടുണ്ട് എന്നായില്ലേ. ഓ ഈ ഖാസിനിൽ കാണാം, അയാൾ വീണ്ടും പറയട്ടെ, ഒക്കഥ ഇപ്രകാരം തന്നെ റാസിയിൽ കാണാം, ഒക്കീല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്ന സ്വാലിഹൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സാലിഹ് എന്ന് പറഞ്ഞാൽ അൽ അംബിയാവ് കുല്ലും, എല്ലാ അംബിയാക്കളുമാണ്. സാലിഹ് സഹായിക്കുന്ന ഖുർആനിൽ പറഞ്ഞതല്ലേ, അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണോ? മരിച്ചതിന് ശേഷം ഉണ്ട് എന്നർത്ഥം. അപ്പൊ മരിച്ചവരെ വിളിക്കുന്നത് ഇബാദത്തല്ല, പ്രാർത്ഥനയല്ല. പ്രാർത്ഥന ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ശിർക്കാണെന്ന് വരണമെങ്കിൽ ഈ വിളി എന്തല്ല, റബ്ബാണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള വിളിയല്ല. പിന്നെ മരിച്ചവരെ വിളിക്കൽ ശിർക്കാൻ ശരിയല്ല, തെളിവ് നേരത്തെ പൊട്ടിച്ചു വിട്ടു. അങ്ങനെ വരുമ്പോ ഫഖദ് അസ്ബത തആല അൻ-നുസ്റത ലഹു അവ്വലൻ ثم لجبريل عليه السلام ثم لصالح المؤمنين أي لأبي بكر وعمر رضي الله عنهما على ما روى ابن مسعود അല്ലെങ്കിൽ ഔലി ജമീൽ അംബിയായി അലാമ നഖറഹു റാസി വൽ ഖാസിം. എന്താ തിരിഞ്ഞത്? അല്ലാഹു തആലാക്ക് സഹായിക്കാൻ അധികാരം അല്ലാഹു സ്ഥിരപ്പെടുത്തി ആദ്യം, പിന്നെ ജിബ്രീലിനെ വെച്ചു, പിന്നെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സാലിഹായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുക്ക് വെച്ചു. അത് പറയുന്നത് ഇബ്നു മസ്ഊദിന്റെ തഫ്സീർ പ്രകാരമാണ്.
അല്ലെങ്കിൽ എല്ലാ അമ്പിയാക്കൾക്ക് വെച്ചു. അത് റാജിയും ഹാജറും ഉദ്ധരിച്ച അഭിപ്രായ പ്രകാരമാണ്. ഇതൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വല്ലാഹിറുൻ കാര്യം വ്യക്തമാണ്. അന്നൽ മുറാദബിൽ അംബിയായി ഇവിടെ അമ്പിയാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അമ്പിയാക്കൾ സഹായിക്കുന്നല്ലേ, ഈ അമ്പിയാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കുമുൽ മുത്തവഫൂനക മൂസ അലൈഹിസ്സലാം വല്ലഹിയാവുക ഈസാ അലൈഹിസ്സലാം, ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം, മരിച്ച മൂസ നബി അലൈഹിസ്സലാം, ഇതാണ് അമ്പിയാക്കളെ കൊണ്ട് ഉദ്ദേശം. സുമ്മലിൽ മലായിക്കത്തി, പിന്നെ മലക്കുൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഉമൂമൻ ഒന്നാകെ സഹായിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ആ മലക്കുകളൊക്കെ സഹായിക്കും. ഇവിടെ എല്ലാവരും സഹായിക്കാൻ നിൽക്കുകയാണ്. വിദ്യാർത്ഥികാരെ നിങ്ങൾക്ക് സഹായം വേണ്ട. സഹായത്തിന് ആളെ തേടുമ്പോൾ ഓനൊക്കെ മുശ്രിക്കാക്കി ശിർക്കാക്കി നടന്നോളി. ഞങ്ങളങ്ങനെ സഹായം കിട്ടി നടക്കട്ടെ, നിങ്ങളങ്ങനെ തള്ളിക്കോളി, ഞങ്ങളങ്ങനെ ജീവിച്ചോളാം.